എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മെറി ക്രിസ്മസ് സ്പിരിച്വൽ മോഴ്സസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ക്രിസ്മസിൻ്റെ ഈ ദിവസത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഈ ഒരു ചാനലിൽ കൂടെ കടന്നു വരാൻ ഒത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളിൽ ചിലർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നവരാകാം, ചിലർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാത്തവരാകാം. എന്തായാലും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജനിച്ചതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു, പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? എന്തുകൊണ്ടാണ് സകല ഭൂമണ്ഡലത്തിലെയും സൃഷ്ടിച്ച ഈ ദൈവത്തിന് ഈ ലോകത്തിലൊരു മനുഷ്യക്കുഞ്ഞായിട്ട് ജനിക്കേണ്ട ആവശ്യം വന്നത്? ഇതൊരു വലിയൊരു മർമ്മമാണ്, ഭയങ്കര ഒരു മിസ്റ്ററിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദിയിലേക്ക് കടന്നു പോകണം, മനുഷ്യൻ്റെ ഈ മാനവകുലത്തിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനെ നമ്മൾ വായിക്കുകയാണ്. അവിടെ പറയുന്നത്, വരുവിൻ നാം മനുഷ്യനെ നമ്മളുടെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. എന്നിട്ട് ആ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കാം എന്ന് പറഞ്ഞതിൻ്റെ എന്തുകൊണ്ട് സൃഷ്ടിക്കണം എന്നുള്ളതിൻ്റെ കാരണവും അതേ ലൈനിൽ പറയുന്നുണ്ട്. സോ ദാറ്റ് ഹി മേ ഹാവ് ഡൊമീനിയൻ, ഈ സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഈ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളുടെ മേലും എഴയുന്ന ജന്തുക്കളുടെ മേലും എല്ലാം വാഴേണ്ടതിന്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാഴുവാനുള്ള ഒരു അധികാരത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യന് ആ ഒരു അധികാരം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ആ ഒരു അധികാരം ഉണ്ടായിരുന്നു, പക്ഷേ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. താമസിക്കാതെ തന്നെ ഈ അധികാരത്തെ ഒരാൾ നോട്ടമിട്ടു, പിശാച്, സാത്താന് ഈ അധികാരം വേണം. പക്ഷെങ്കിൽ ആ അധികാരത്തെ എങ്ങനെയാണ് എടുക്കുക? ദൈവവചനത്തിൽ പറയുന്നത് 2 കൊരിന്ത്യർ 11:3 പറയുന്നുണ്ട്, സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഉപായത്താൽ ചതിച്ച് ഈ അധികാരം വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയി, തട്ടിപ്പറിച്ചു എന്ന് നമ്മൾ പറയും. അത് കാരണം മനുഷ്യർക്ക് അധികാരമില്ലാതായിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ചതിച്ചു എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് തട്ടിപ്പറിച്ചു അല്ലെങ്കിൽ ഉപായത്താൽ എന്നൊക്കെ പറയാൻ കാരണം? അതിന് കാരണം ഇതാണ്. അധികാരം ദൈവം കൊടുത്തത് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ആൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഉണ്ടാക്കിയ മനുഷ്യ ശരീരത്തിൽ പിശാചിന് ആ ശരീരമില്ലായിരുന്നു. അധികാരം വേണം, ഈ ശരീരമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പാമ്പിനെ, സർപ്പത്തെ അപ്രോച്ച് ചെയ്ത് സർപ്പത്തിൻ്റെ ശരീരം ഉപയോഗിച്ച് ഒരു അന്യായമായിട്ടാണ്, ന്യായമായിട്ടുള്ള ഇല്ലീഗലായിട്ട് വന്ന് തട്ടിപ്പറിക്കുകയായിരുന്നു. ദൈവം എന്ത് ചെയ്താലും ന്യായമായിട്ടേ ചെയ്യത്തുള്ളൂ. കാരണം ദൈവം സത്യമാണ്, സത്യമല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ശരിയായ കാര്യം മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. പിശാച് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയി. ദൈവത്തിന് വേണമെങ്കിൽ പിശാചിനെ അന്നേരം തന്നെ വഴക്ക് പറഞ്ഞ് പൂട്ടിയിട്ട് ആ അധികാരം തിരിച്ചെടുത്ത് മനുഷ്യന് കൊടുക്കായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. കാരണം നമ്മളുടെ ദൈവം നീതിമാനാണ്, ന്യായമായ കാര്യമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ അധികാരം, നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മളുടെ അധികാരം, പകരം നമുക്ക് ലഭിച്ചത് പാപത്തിൻ്റെ സ്വഭാവം. ഇതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയിൽ, വലിയ ദയയിൽ ദൈവത്തിന് ആ മനസ്സലിഞ്ഞിട്ട് നമ്മൾക്കിത് അധികാരം തിരിച്ചു തരണം എന്ന് ദൈവം തീരുമാനിച്ചു. പക്ഷെ തിരിച്ചു തരണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ന്യായമായി തന്നെ ചെയ്യണം. ന്യായമായി ചെയ്യണമെങ്കിൽ ദൈവം ഈ മനുഷ്യ ശരീരത്തിലുള്ള വ്യക്തികൾക്ക് അധികാരം കൊടുത്തിറങ്ങി മനുഷ്യ ശരീരത്തിൽ ഇറങ്ങി വന്ന് ആ അധികാരത്തെ തിരിച്ചെടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യക്കുഞ്ഞായി ജനിച്ചത്. ഒരു മനുഷ്യനായി ജീവിച്ചിട്ട് കുരിശിന്മേൽ മരിക്കാൻ നേരം സകല മനുഷ്യരുടെയും പാപത്തെ അവൻ്റെ മേൽ വഹിച്ചു, അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. സകല മനുഷ്യരുടെയും രോഗത്തെ, എല്ലാവിധ രോഗത്തെയും, സകല മനുഷ്യൻ്റെ എല്ലാ വിധത്തിലെ പാരമ്പര്യമായി വരുന്ന ശാപങ്ങൾ, ഇതിനെല്ലാം യേശു ക്രിസ്തു അവൻ്റെ ശരീരത്തിൽ വഹിച്ച് അവൻ ആ കുരിശിന്മേൽ കയറി അതിനെയെല്ലാം കുരിശിൽ തറച്ച് നശിപ്പിച്ച് പിശാചിൻ്റെ മേൽ ലീഗലായിട്ട് ജയിച്ചു. ഇല്ലീഗലായിട്ട് തട്ടിപ്പറിച്ചതിനെ ലീഗലായിട്ട് തിരിച്ചു മേടിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. അതാണ് കർത്താവ് നമുക്ക് ആ അധികാരം ഇപ്പോൾ നമുക്ക് ദൈവം ഫ്രീ ആയിട്ട് തരുന്നു. എങ്ങനെയാണ് തരുന്നത്? നമ്മൾ ആ അധികാരം ലഭിക്കണേ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം സർപ്പത്തെ ശപിച്ചപ്പോൾ അവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ? സർപ്പത്തിൻ്റെ ആ ശരീരത്തെ ശപിച്ചു.
നീ ഇനിയും തൊട്ട് എഴയുന്ന അവിടെ യു വിൽ ക്രോൾ ഓൺ യുവർ ബെല്ലി, ഇനിയും തൊട്ട് ജീവിതം മുഴുവൻ നീ പൊടി തിന്നും എന്ന് ആ സർപ്പത്തിൻ്റെ ശരീരത്തെ ദൈവം ശപിക്കാൻ കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ വളരെ ആഴമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ കർത്താവ് ഈ ശരീരം എടുത്തു വരുന്നതിൻ്റെ പിന്നിൽ വലിയ ആത്മീയ അർത്ഥമുണ്ട്. ലീഗലി നമുക്ക് ഇതൊരു വെറുതെ അല്ല, ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ ന്യായകരമായ രീതിയിൽ തന്നെ സർപ്പത്തെ തോൽപ്പിച്ച്, പിശാചിനെ തോൽപ്പിച്ച് നമ്മൾക്ക് അധികാരം കർത്താവ് തിരിച്ചു തരികയാണ്. പ്രിയ ദൈവമക്കളെ, ആ അധികാരം നമ്മളിന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ആ കുരിശിങ്കൽ കടന്നു പോകണം. ആ കുരിശിൻ്റെ അടുത്താണ് കർത്താവിൻ്റെ മരണത്തിൽ, ആ ക്രോസിലാണ് കർത്താവ് ആ എക്സ്ചേഞ്ച് ചെയ്തത്. നമ്മുടെ പാപത്തെ എടുത്തു, നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമയെ തന്നു, നമ്മളെ നീതിമാന്മാരാക്കി. നമ്മുടെ രോഗത്തെ എടുത്തു, നമ്മൾക്ക് ദൈവം സൗഖ്യം തരുന്നു. നമ്മുടെ ശാപങ്ങളെ എടുത്തു, പിശാചിൻ്റെ എല്ലാ ശാപത്തിൽ നിന്നും ബോണ്ടേജിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം ആ കുരിശിലാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ദൈവവചനം പറയുന്നത്, ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. പ്രിയ ദൈവമക്കളെ, വളരെ സന്തോഷത്തോടു കൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മകനാകാൻ, ദൈവത്തിൻ്റെ മകളാകാൻ ഇന്ന് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആ കുരിശിങ്കൽ പോകണം. വി ഹാവ് ടു ഗോ ടു ദ ക്രോസ്. ആ കുരിശിങ്കൽ പോകാതെ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കാര്യമില്ല. കുരിശിങ്കൽ പോയി യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിന് നന്ദി എന്ന് വിശ്വസിക്കുകയും പറയുകയും ആ കർത്താവ് തരുന്ന അധികാരത്തെ സ്വീകരിക്കുകയും ചെയ്താൽ ഇന്ന് നിങ്ങൾക്ക് വാഴുവാനുള്ള അധികാരം ദൈവം തരുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരനെയും സഹോദരി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങയിൽ വിശ്വസിക്കാനുള്ള കൃപ, അപ്പം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തിയെ ഗ്രഹിക്കുവാനുള്ള, ആത്മീയ മർമ്മത്തെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകി കൊടുക്കണം. അങ്ങയുടെ കരം നീട്ടിയെ അങ്ങ് അവരെ ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കുരിശിങ്കൽ കടന്നു വന്ന പിതാവേ, കുരിശിലെ അങ്ങ് ചെയ്ത ആ എക്സ്ചേഞ്ചിനെ സ്വീകരിക്കാനുള്ള കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.